RDX തുടരുന്നു. 64 ആണ്ടിന് ശേഷം AICC സമ്മേളനം നടക്കുകയാണ് ഗുജറാത്തിൽ. 1885 കോൺഗ്രസ് സ്ഥാപിതമായ ശേഷം 6ാം തവണയാണ് AICC സമ്മേളനത്തിനായി ആ പാർട്ടിയുടെ നേതൃത്വം ഗുജറാത്തിലെത്തുന്നത്. അതൊരു രാഷ്ട്രീയ സന്ദേശമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നു. പക്ഷേ പഴയ കോൺഗ്രസ് അല്ല ഇതെന്ന് നമുക്കറിയാം. അരനൂറ്റാണ്ടോളം രാജ്യം ഭരിച്ച പാർട്ടിയുടെ അധികാരം 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, AICC തലം മുതൽ താഴേത്തട്ട് വരെ നീളുന്ന സംഘടനാ പ്രശ്നങ്ങൾ വേറെയും. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷിയായ സബർമതി തീരത്ത് ചേരുന്ന സമ്മേളനത്തിൽ ഒരു തിരിച്ചുവരവിന് കോപ്പുകൂട്ടുകയാണ് കോൺഗ്രസ്. മോദി അമിത്ഷാ തട്ടകത്തിൽ രാഹുലിന്റെ സംഘടനാ പരീക്ഷണം ഫലം കാണുമോ? ആദ്യം കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡിൽ. ചരിത്രപ്രസിദ്ധമായ സർദാർ സ്മാരകത്തിലാണ് വിശാലമായ പ്രവർത്തക സമിതി യോഗം ചേർന്നത്. നാളെ നടക്കുന്ന AICC സമ്മേളനത്തിൽ 1700 പ്രതിനിധികൾ പങ്കെടുക്കും. അടിമുടി മാറ്റത്തിനും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളുമാണ് 2 ദിവസത്തെ യോഗം കൈക്കൊള്ളുക. DCCകളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളടങ്ങിയ പ്രമേയം സമ്മേളനം പാസാക്കും. DCCകളുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതാണ് പ്രമേയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ആവശ്യമെങ്കിൽ ഇതിനുവേണ്ട ഭരണഘടനാ ഭേദഗതിക്കും പ്രവർത്തന സമിതി അനുമതി നൽകിയേക്കും. സാമ്പത്തികം, സാമൂഹികം, വിദേശകാര്യം എന്നിങ്ങനെ എല്ലാ മേഖലയെയും ഉൾക്കൊള്ളിച്ച് ഒറ്റ പ്രമേയമാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നില്ല. വിദേശത്ത് തുടരുന്നതിനാലാണ് പ്രിയങ്ക പങ്കെടുക്കാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. സമ്മേളനത്തോടെ K. സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും. കേരളത്തിലെ 11 DCC അധ്യക്ഷന്മാരെ മാറ്റുമെന്നാണ് സൂചന. ഇതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുർഷി ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമായി 1725 നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് സബർമതി തീരത്ത് നടക്കുന്ന. സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയമടക്കം നമുക്ക് പരിശോധിച്ചിട്ട് വരാം. AICC സമ്മേളനം ഗുജറാത്തിൽ ചേരാനുള്ള തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ചോരുകയാണുണ്ടായത് കോൺഗ്രസിന്. ഗുജറാത്തിൽ 2017 77 സീറ്റ് നേടി ഗുജറാത്തിൽ. 2022 17 സീറ്റിലേക്ക് ചുരുങ്ങി. ഇപ്പോൾ 17 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഗുജറാത്തിലെ വോട്ട് വിഹിതം 27% ഗുജറാത്തിൽ ഇടിഞ്ഞത് കോൺഗ്രസിൻ്റേത്. MLA-മാരിൽ നല്ലൊരു പങ്കും BJP-യിലേക്ക് പിന്നാലെ കൂടുമാറി. ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന് പക്ഷേ ഇപ്പോഴും ശക്തിയുണ്ട്. ഗുജറാത്തിൻ്റെ ഗ്രാമീണ മനസ്സിൽ ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ നീക്കുമെന്നാണ് കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആൻഡോ ആൻ്റണിക്കോ റോജി M. ജോണിനോ സാധ്യതയുണ്ട് എന്നാണ് മാധ്യമ വാർത്തകളും മറ്റും സൂചിപ്പിക്കുന്നത്. ലക്ഷ്യം ഇടഞ്ഞു നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളെ അടുപ്പിക്കുക എന്നതാണ്. റോജി M. ജോണോ ആൻഡോ ആൻ്റണിയോ ആയാൽ അങ്ങനെ ഒരു സൗകര്യമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. K. സുധാകരനെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കുക എന്നത് കൂടെ ചെയ്യും. അദ്ദേഹത്തെ പുനർവിന്യസിക്കാനായിട്ട് അടൂർ പ്രകാശിനെ പരിഗണിച്ചെങ്കിലും പക്ഷേ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് പരിഗണനയ്ക്ക് പുറത്തായി എന്നാണ് മനസ്സിലാക്കുന്നത്. ബാർ ഉടമയെ KPCC അധ്യക്ഷരാക്കരുത് എന്ന് VM സുധീരൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നതും അദ്ദേഹത്തിന് വിനയായി. KSU യൂണിറ്റ് പ്രസിഡന്റായിട്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ആളാണ് ആൻഡോ ആൻ്റണി. നമുക്ക് അവരുടെ പ്രൊഫൈൽ പെട്ടെന്ന് പരിശോധിച്ച് പോകാം. പത്തനംതിട്ടയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ആൻഡോ ആൻ്റണി. 2009, 2014, 2019, 2024 വർഷങ്ങളിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം. ദീർഘമായുള്ള പാരമ്പര്യം അവിടെയുണ്ട്. കത്തോലിക്ക ബിഷപ്പുമായുള്ള അടുപ്പമാണ് ആൻഡോ ആൻ്റണിക്ക് ഗുണമായിട്ടുള്ളത്. റോജി M. ജോൺ യുവ നേതാവ്, അങ്കമാലയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അദ്ദേഹം. റോജി M. ജോൺ അദ്ദേഹത്തെയാണ് പരിഗണിക്കുന്നത്. മറ്റൊരാൾ 2016, 2021 വർഷങ്ങളിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NSUI-ൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. JNU-ലും മറ്റുമൊക്കെ പഠിച്ചാണ്. കത്തോലിക്ക സഭാ അംഗത്വം റോജിക്കും അനുകൂലമായിട്ട് ഉണ്ട്. അദ്ദേഹത്തെയും കൂടിയാണ് പരിഗണിക്കുന്നത്. DCC-യിലും അഴിച്ചുപണികൾ നടക്കും. DCC-കളിലും 11 DCC അധ്യക്ഷന്മാരെയും മാറ്റും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം DCC അധ്യക്ഷന്മാരെ മാത്രമാണ് മാറ്റാതിരിക്കുക. ബാക്കി എല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റുമെന്നാണ് നമുക്ക് നമ്മുടെ കൈവശമുള്ള വിവരം. വലിയ സമൂലമായിട്ടുള്ള മാറ്റം എന്നൊക്കെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു, പക്ഷേ എല്ലാം ഫലമുണ്ടാക്കുന്നില്ല എന്ന സാഹചര്യം രാജ്യത്തെമ്പാടും നിൽക്കുന്നുണ്ട്. ഒന്ന് മുന്നോട്ട് പോയാൽ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഹർഷൻ എന്താ തോന്നുന്നത്? ഇതിപ്പോൾ നല്ല നീക്കമല്ലേ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിപ്പോൾ കേരളത്തിലെ കാര്യം, ദേശീയ തലത്തിൽ ഇവർ ആലോചിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ഗുജറാത്തിനെ 2027 ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഗുജറാത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം. അങ്ങനെ പല തലത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതിൽ നമുക്ക് ഈ ഗുജറാത്തിൽ ഇപ്പോൾ നടക്കുന്ന AICC സമ്മേളനം എന്നതിലേക്ക് ആദ്യഘട്ടത്തിൽ വന്നാൽ അതിലിപ്പോൾ ഈ ന്യായപഥ് സങ്കൽപ് സമർപ്പൺ സംഘർഷ് അങ്ങനെ മുദ്രാവാക്യം, അങ്ങനെ ഒരു ടാഗ് ലൈനൊക്കെ വെച്ചിട്ടാണ് ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ പരിപാടി സംഘടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത് AICC-യുടെ യോഗം സംഘടിപ്പിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദി
ആ തെരഞ്ഞെടുപ്പ് ഗംഭീരമായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം പല കാരണങ്ങളാണ്. ഇപ്പോൾ ഈ സർദാർ പട്ടേലിൻ്റെ 150-ാം ജന്മവാർഷികമാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഏകാധ്യക്ഷ സമ്മേളനത്തിൻ്റെ വാർഷികമാണ്. ഇതൊക്കെ അതായത് 1924 ഏകാധ്യക്ഷ സമ്മേളനത്തിൻ്റെ വാർഷികം, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അവിടെ ഈ സമയത്ത് അത് സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെയും പട്ടേലിൻ്റെയും ഒക്കെ ലെഗസി അത് വീണ്ടും അത് ഒരിക്കൽ കൂടി അവർക്കൊന്ന് അവകാശപ്പെടാൻ വേണ്ട ഒരവസരമായി ഇതിനെ നമുക്ക് കാണാം. പട്ടേലിൻ്റെ ലെഗസി മുമ്പേ തന്നെ BJP കൊണ്ടുപോയി. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ലെഗസി കൊണ്ടുപോകുന്നതിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ BJP മഹാത്മാഗാന്ധിയുടെ ലെഗസി കൊണ്ടുപോകാൻ സാങ്കേതികമായ ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ എന്തായാലും ആ സ്ഥലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നന്നായി എന്നുള്ളതാണ്. ഈ റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത അവർക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉള്ള ഒരു പ്രശ്നം, ഇതൊരു നൊസ്റ്റാൾജിയ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപാട് എന്നതിനപ്പുറത്തേക്ക് 30 വർഷം അധികാരത്തിലില്ലാത്ത ഗുജറാത്തിൽ ഇവർ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പഴയ നൊസ്റ്റാൾജിയ ഉണർത്താനുള്ള പരിപാടി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ പദ്ധതികളും പരിപാടികളും അവർക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പ്രയോജനപ്പെടാൻ തക്കവണ്ണമുള്ള മുദ്രാവാക്യങ്ങൾ അവരവിടെ ഉയർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ അവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു വിമർശനമായി ഉന്നയിക്കാവുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ വീണ്ടും എടുത്ത് അവതരിപ്പിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ 2022 ഇതുപോലെ തന്നെയാണ് ഒരു ഉദയ്പൂർ ഡിക്ലറേഷനൊക്കെ ഉണ്ടായി. പക്ഷെ അത് പിന്നീട് ആ മട്ടിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഇതൊരു PR എക്സർസൈസായി മാറാതെ അവിടെ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ, കൃത്യമായൊരു പദ്ധതിയോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ രാജ്യമെമ്പാടും കോൺഗ്രസിന് വേരുകൾ പടർത്താൻ കഴിയുന്ന, വീണ്ടും ആഴത്തിൽ വേരുകൾ പടർത്താൻ കഴിയുന്ന പദ്ധതികളുമായി അവർ മുന്നോട്ട് പോയാൽ, അതുപോലെ സംഘടനയെ പരിഷ്കരിക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാമെന്നുള്ളതാണ് ദേശീയ തലത്തിലുള്ള വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിൻ്റെ കാര്യത്തിൽ ചിലത് പറഞ്ഞിട്ട് നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഹർഷനിലേക്ക് വരാം. ഇതിനകത്ത് ഈ ഹർഷൻ പറഞ്ഞ പോലെ ഗുജറാത്തിനെ സിംബോളിക്കായിട്ട് എടുത്ത്, ഞാനിത് പൊതുവിൽ പോസിറ്റീവായിട്ട് ഹർഷൻ കാണുന്നതിനേക്കാൾ കുറെ കൂടെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ഇതിനകത്ത് ഇന്നിപ്പോൾ മനോരമ പത്രത്തിൽ KC വേണുഗോപാലായിട്ട് അഭിമുഖമുണ്ട്. അതിനകത്ത് DCCകളെ ശക്തിപ്പെടുത്തുമെന്ന്, കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും DCCകളെ ശക്തിപ്പെടുത്തുമെന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് പറഞ്ഞു. അതിനകത്ത് ഇദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ DCCകൾക്കുള്ള പകുതി പവർ പോലും മറ്റ് സംസ്ഥാനങ്ങളിലില്ല. മണ്ഡലം പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ പോലും അധികാരമില്ല. DCCകളെയൊക്കെ നിയന്ത്രിക്കുന്നത് നേതാക്കളാണ്. അവരുടെ നോമിനിമാരാണ് പലപ്പോഴും DCC പ്രസിഡന്റുമാരാകുന്നത്. എങ്കിൽ ആ നേതാക്കൾ തന്നെ DCC പ്രസിഡന്റ് ആകട്ടെ എന്നാണ് ഞങ്ങളുടെ ആലോചന. എന്നിട്ട് ആ ജില്ലയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള വെല്ലുവിളി ഏറ്റെടുക്കണം. കൃത്യമായി പറഞ്ഞാൽ 2029 ഞങ്ങളുടെ ടാർഗറ്റ്. അദ്ദേഹം പറഞ്ഞാണ് ഇത് കേരളത്തിലേതിനേക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലേത്, പ്രത്യേകിച്ചും ഗുജറാത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് KC വേണുഗോപാൽ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ BJP ബ്രഹ്മാണ്ഡമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അതിനു മുമ്പ് കോൺഗ്രസും അങ്ങനെ തന്നെ വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസിൻ്റെ വികാരം ഉണ്ടാകണം. ഇപ്പോൾ എല്ലാവരും ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളായിരിക്കും ഗുജറാത്തിൽ എന്നൊന്നും വിശ്വസിക്കുക സാധ്യമല്ലല്ലോ. രാഷ്ട്രീയമായിട്ട് വലിയ നരേന്ദ്രമോദിയെ പോലുള്ള വലിയ നേതാക്കൾ വന്ന് വലിയ മറ്റൊരുപാട് ഘടകങ്ങൾ ചേർന്നിട്ട് BJPയെ വിജയിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ പ്രാദേശിക ഘടകങ്ങളിൽ ആളുകളുണ്ട്. അവർ അധികാരം അപ്പുറത്തായതുകൊണ്ട് ചാടിപ്പോകുന്നതാണ്. പക്ഷേ ആ DCC കൈകാര്യം ചെയ്യുന്ന ചില വലിയ നേതാക്കൾ ഉണ്ടാകണം ഇപ്പോഴും അവിടെ. ആ നേതാക്കളെ അവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് ഇവർ മറ്റൊരു പ്രോസസ്സിലേക്ക് പോകുന്നതിന് പകരം അവർ തന്നെ DCC പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് എൻ്റെ ചുമതല, അതാത് ജില്ലകൾ നിങ്ങളൊന്ന് ശക്തിപ്പെടുത്തരൂ എന്നൊരു നിലപാടും കൊണ്ട് അവിടെ പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സിംബോളിക്കായിട്ട് വലിയ വാല്യൂ ഉള്ളൊരു പരിപാടി അവിടെ നടത്തുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് 10 വർഷം മുമ്പുള്ള കോൺഗ്രസ് അല്ല ഇപ്പോൾ എന്തായാലും, അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള കോൺഗ്രസ് അല്ല. കോൺഗ്രസ്സിന് ചിലയിടത്തൊക്കെ വിജയിക്കാൻ പറ്റുമെന്നൊരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര വിജയമായിരുന്നു. പല സാമൂഹ്യ സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ വന്നിട്ടാണ് പിന്നെ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടായതെങ്കിൽ പോലും അതിനകത്ത് കോൺഗ്രസിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ് ദേശീയ തലത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വളരെ ആലോചിച്ചുകൊണ്ട് ഗുജറാത്തിനെ തെരഞ്ഞെടുത്ത് ഈ പുലിമടയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഞങ്ങൾ ഇത്തരം പരിപാടി നടത്തുകയാണ്. ഇപ്പോൾ ആത്യന്തികമായിട്ട് കർഷകർ അവിടെ 1725 നേതാക്കൾ വന്ന് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സംഘാടനം, നമ്മളിപ്പോൾ CPMൻ്റെ മധുര കോൺഗ്രസ് കണ്ടല്ലോ, അതുപോലെ സംഘാടനം എന്നതൊരു വലിയ പരിപാടിയാണല്ലോ. അപ്പോൾ ഗുജറാത്തിൽ സബർമതി തീരത്ത് ഞങ്ങൾക്ക് 1725 നേതാക്കൾ, അതിൽ മുഖ്യമന്ത്രിമാരുണ്ട്, മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, പ്രതിപക്ഷ നേതാക്കളുണ്ട്, പല സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ടുവന്നിട്ട് വലിയ ബ്രഹ്മാണ്ഡമായ ഒരു പരിപാടി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്നൊരു കാഴ്ചപ്പാട് കൂടെ മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് നിസ്സാര കാര്യമല്ല. അത് അതിൻ്റെ ഗുണകരമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ കാര്യം ഹർഷൻ എന്താ പറയാം? കേരളത്തിൽ ഇപ്പോൾ
ഞാൻ ഈ ഹെഡ്ലൈൻ വായിച്ചു വന്നപ്പോഴാണ് അതിനകത്തൊരു ചെറിയ പ്രശ്നം. ആ ഹെഡ്ലൈനോട് തന്നെ വിയോജിച്ചുകൊണ്ട് വേണം സംസാരിച്ചു തുടങ്ങാൻ. കാരണം കെ സുധാകരനെ തെറിപ്പിക്കും എന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുക. കാരണം കെ സുധാകരനുമായിട്ട് വി ഡി സതീശൻ അത്ര രസകരമായ രംഗങ്ങളല്ല നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ കെ സുധാകരൻ അങ്ങേയറ്റം കടുത്ത ഭാഷ വി ഡി സതീശനെ കുറിച്ചൊക്കെ പ്രയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വാസ്തവമായിരിക്കെ തന്നെ ഒരു മാന്യമായ എക്സിറ്റ് എന്തായാലും KPCC പ്രസിഡന്റിന് കൊടുക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് വി ഡി സതീശൻ അടക്കം എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുനഃസംഘടന എന്നത് എന്തായാലും വേണം. പക്ഷേ ഈ പറയുന്ന അദ്ദേഹത്തെ അത് മാത്രമല്ല, ഇതിനകത്ത് വേറെ പല പ്രശ്നങ്ങളുമുണ്ട്. ഈ സാമുദായിക പ്രശ്നങ്ങളടക്കം ഇതിനകത്തുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്ന എന്ന് ഈഴവ വോട്ടുകളാണ് എന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് വിലയിരുത്തിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഒരു ഈഴവ നേതാവ് എന്ന നിലയ്ക്ക് കെ സുധാകരനെ, ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കെ സുധാകരനെ ഒറ്റയടിക്ക് അങ്ങ് തെറിപ്പിക്കുക എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് ശരിയാവില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടൊരു മാന്യമായ എക്സിറ്റ് ആയിരിക്കും അത്. ഒരു എക്സിറ്റ് എന്ന് തന്നെ പറയാൻ കഴിയുമോ എന്നും അറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കെ കരുണാകരനെയൊക്കെ കൊണ്ടിരുത്തിയ പോലെ ദേശീയ നേതൃത്വത്തിലേക്ക് മറ്റൊരു രൂപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുകയും ചിലപ്പോൾ ആലങ്കാരികമായി ആയിരിക്കും കൊണ്ടുവന്നിരുത്തുന്നത്. പക്ഷേ അതിനുശേഷം ഇവിടെ സംസ്ഥാന തലത്തിലൊരു നേതാവിനെ കണ്ടെത്തുകയായിരിക്കും. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ റോജിയുടെയൊക്കെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തന്നെ കണ്ടത്തലാണ് റോജി എന്നുള്ളത് കൊണ്ട് അനുകൂലമായ ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. റോജി ആണെങ്കിലും റോജി യുവാവാണ്, ഏറ്റവും ചെറുപ്പക്കാരനായ നേതാവാണ്. വളരെ നല്ലതായിരിക്കും ആ തീരുമാനം. ആൻ്റോ ആൻ്റണി ആണെങ്കിലും നല്ല നേതാവായിട്ടാണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഇതിനകത്ത് വടക്കോട്ട് സംസ്ഥാനത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വോട്ടൊന്നുമില്ല. കോൺഗ്രസിന് വളരെ ദുർബലാവസ്ഥയാണുള്ളത് പല സ്ഥലങ്ങളിലും. ലീഗിൻ്റെ ഒരു മുന്നേറ്റം കൊണ്ടാണല്ലോ ആ നിലക്ക് അവിടെ വിജയം ഉണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കെ ഈ തെക്ക് നിന്നുള്ള നേതാക്കളും തന്നെ അധികാര പദവിയിലേക്ക് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഗുണം ചെയ്യുമോ കോൺഗ്രസ് എന്നൊരു ആലോചന എനിക്കുണ്ട്. തെക്കുള്ള ചില സീറ്റുകൾ തന്നെയാണ് ഇപ്പോൾ CPIM-ന്റെ കൈവശം ഇരിക്കുന്ന. അതായത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഹിമാലയൻ ടാസ്ക്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സർക്കാർ ഇവിടെ പിടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ അവർ ഉന്നമിട്ടിരിക്കുന്ന പല സീറ്റുകളും അത് തെക്കുള്ള സീറ്റുകൾ തന്നെയാണ്. വടക്കുന്ന് കൂടുതൽ സീറ്റൊന്നും പിടിക്കുന്നതിനെ കുറിച്ച് വലിയ ആലോചനകളില്ല. ശരി, 2025 പുനഃസംഘടനാ വർഷമായാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവീകരണത്തിന്റെ കായകൽപ്പ ചികിത്സ കഴിഞ്ഞ് കരുത്തുറ്റ സംഘടനാ സംവിധാനമായി കോൺഗ്രസ് തിരിച്ചെത്തുമെന്ന് അതിന്റെ നേതൃത്വം ആശിക്കുന്നു. സാമൂഹ്യ നീതിക്കായുള്ള സമരം, എല്ലാത്തരം വേർതിരിവിനെയും പുറന്തള്ളൽ, സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായുള്ള പ്രയത്നം, ഇതെല്ലാമാകും പുതുക്കപ്പെടുന്ന കോൺഗ്രസിന്റെ നയപദ്ധതികളെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ ആഗ്രഹത്തെ RDX അഭിവാദ്യം ചെയ്യുന്നു. അത് യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കരുത്തുള്ളൊരു പ്രതിപക്ഷം ഏകാധികാര പ്രവണത കാട്ടിത്തുടങ്ങിയ ജനാധിപത്യത്തെ എങ്ങനെ തിരുത്തുമെന്ന് നമ്മൾ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനിതകത്തിൽ തന്നെ 100,000 ഗ്രൂപ്പുകളുള്ള കോൺഗ്രസിൽ ഈ പദ്ധതികൾ എങ്ങനെ പ്രതിഫലിക്കുമെന്ന രാഷ്ട്രീയ കൗതുകത്തോടെ, അഹമ്മദാബാദ് സമ്മേളനത്തിലെ തീരുമാനങ്ങൾക്കായി കൗതുകത്തോടെ RDX കാത്തിരിക്കുന്നു.